സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു സ്വതന്ത്രമായ സംഘടനയല്ലേ? നിങ്ങൾക്കൊക്കെ അറിയില്ലേ? ഇവിടെ കോൺഗ്രസിൻ്റെ ബി ടീമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ബി ടീമോ ഒന്നും അല്ലല്ലോ ഇത്. അങ്ങനെ രൂപീകരിക്കപ്പെട്ടതല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ അല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ രൂപീകരിക്കപ്പെട്ടത്. ഈ സമസ്ത അനുകൂലികൾ മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. സമസ്തൻ്റെ ആശയാദർശങ്ങൾ വിശ്വസിക്കുന്ന ഏത് മുസ്ലിമിനും സമസ്തയിൽ അംഗമാവാം. ആ ആശയാദർശങ്ങൾക്ക് എതിരാവുന്ന പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതിപ്പോൾ സ്വാഭാവികമാണല്ലോ. മുഖ്യമന്ത്രിമാരാരാണെങ്കിലും അവരോട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞെന്താ കുഴപ്പം? മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരായിട്ടും ലീഗ് നേതാക്കന്മാരായിട്ടും ഒക്കെ നല്ല ബന്ധങ്ങളാണ് പോയവർക്കൊക്കെ. അതിന് അവർക്ക് തിരിച്ചു വരാൻ പറ്റണ ഒരു മാന്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കൂടി വേണം. അത് സ്വാഭാവികം, അങ്ങനല്ലേ? അവർ നമ്മൾ തള്ളി പറയാനൊന്നും പറ്റില്ലല്ലോ. അവർ ഒരു സംഘടനയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കല്ലേ. നമ്മൾക്ക് വേണ്ടപ്പെട്ടവരും നമ്മളുടെ ആശയമുള്ളവരൊക്കെ ആയിരുന്നല്ലോ അവർ. അങ്ങനെ അവർ സംഘടനാപരമായൊക്കെ ചില ഭിന്നിപ്പുകളും മറ്റ് ചില ഭിന്നിപ്പുകളൊക്കെ കാരണം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ചു കൊണ്ടിട്ട് തിരിച്ചു വരാമല്ലോ. നേരത്തെയും സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചർച്ച പിന്നീട് എന്താണിത് നടക്കാതെ പോകാനുള്ളൊരു കാരണം? അത് നടക്കാതെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഉപാധികളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെടാതിരിക്കാം. അങ്ങനെ ആവാം. അതെ, ഞങ്ങൾ സമസ്തയുടെ മുശാവറ അതിനെ അംഗീകരിച്ചു, അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളെ അതിന് വേണ്ടി ഏൽപ്പിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തോ നിലക്കുള്ള ഒരു സ്തംഭനം അല്ലെങ്കിൽ അതിനൊരു വഴിമുട്ടി നിൽക്കുക എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഒരു വഴി തടസ്സമൊക്കെ ഉണ്ടായി. പിന്നെ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ല. ഇത്തവണ സമസ്തയുടെ മുശാവറ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെയുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ടോ ഐക്യത്തിന് വേണ്ടിയുള്ള? പിന്നെ വിട്ടുപോയ സുന്നികളൊക്കെ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മാർഗ്ഗങ്ങളൊക്കെ എങ്ങനെ ആവണം എന്നുള്ളത് എല്ലാവരും കൂടിയല്ലേ ആലോചിക്കേണ്ടത്. വിട്ടുപോയ തിരിച്ചു തരാമെന്ന് തന്നെ ഒറ്റയടിക്ക് തിരിച്ചു തരുമല്ലോ, ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ. അബൂബക്കർ മുസ്ലിയാർ വളരെ പോസിറ്റീവാണ് ഈ വിഷയത്തിൽ. നേരത്തെയൊക്കെ തന്നെ പ്രതികരിച്ചിരുന്നത്. താങ്കൾ പറഞ്ഞ പോലെ 14-ാം തീയതി അവരുടെ നിലപാട് പറയുന്നത് പോസിറ്റീവായിട്ട് തന്നെ പറയട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ. അവരങ്ങനെ നല്ല നിലക്ക് പ്രതികരണം അവരിൽ നിന്നുണ്ടാവാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അവരുടെ മകനും നല്ല നിലക്ക് പ്രതികരിച്ചല്ലോ. ഇപ്പോൾ CAC വിഷയത്തിൽ ഉൾപ്പെടെ സമസ്തയുടെ ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് സമസ്ത മാറ്റി നിർത്തിയ ആളുകളുണ്ട്. അവർക്കുൾപ്പെടെ തിരിച്ചു വരാനുള്ളൊരു അവർക്കും വരാമല്ലോ. അവർക്കും അതിൻ്റെ വിഷയങ്ങളൊക്കെ എന്തിലൊക്കെയാണ് നമ്മൾ എതിർപ്പ് പറഞ്ഞുള്ളത്, ആ എതിർപ്പുകളൊക്കെ അത് തിരുത്തി ആർക്കും തിരിച്ചു വരാം. ആരെയും നമ്മൾ സ്വീകരിക്കുമല്ലോ. തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സമുദായ സംഘടനയാണല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബി ടീം, ഒരു മതസംഘടനയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബി ടീം അല്ല എന്ന് അങ്ങും പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ പറയില്ല, അങ്ങനെ തന്നെ ഉള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ മാത്രം പറഞ്ഞൊന്നുമല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു സ്വതന്ത്രമായ സംഘടനയല്ലേ? നിങ്ങൾക്കൊക്കെ അറിയില്ലേ? അത് വേറെ ആരെങ്കിലും ഏതെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചിട്ട് 100 വർഷമായി. പിന്നെ ഉദ്ദേശിക്കുന്നത് പോലെ വേറെയുള്ള ഏതെങ്കിലും പാർട്ടികളുടെയൊക്കെ ഇവിടെ കോൺഗ്രസിൻ്റെ ബി ടീമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ബി ടീമോ ഒന്നും അല്ലല്ലോ ഇത്. അങ്ങനെ രൂപീകരിക്കപ്പെട്ടതല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ അല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ രൂപീകരിക്കപ്പെട്ടത്. മുസ്ലിം ലീഗുമായിട്ടുമെങ്കിലും സമസ്തക്ക് ഒരു അടുപ്പമുണ്ട്, ബന്ധമല്ലേ ഉള്ളത്. ആ ബന്ധം അതേമാതിരി തന്നെ തുടരും, പഴയ കാലത്തുള്ളത് പോലെ. മുസ്ലിം ലീഗായിട്ടൊന്നും പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ചോദിക്കുന്നതാണ്. അതായത് സമസ്തയിൽ തന്നെ ലീഗ് വിരുദ്ധർ, ലീഗ് അനുകൂലികളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ആ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ. ഈ സമസ്ത അനുകൂലികൾ മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. സമസ്ത അനുകൂലികൾ മാത്രമുണ്ട്. സമസ്തൻ്റെ ആശയാദർശങ്ങൾ വിശ്വസിക്കുന്ന ഏത് മുസ്ലിമിനും സമസ്തയിൽ അംഗമാവാം. ആ ആശയാദർശങ്ങൾക്ക് എതിരാവുന്ന പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ പിന്നെ പ്രസ്ഥാനങ്ങളിലോ മറ്റുള്ള വിശ്വാസങ്ങളോ അവനിൽ ഉണ്ടാവാൻ പാടില്ല. ആ നിൽക്കായാലും അവർക്ക് സമസ്തയിൽ അംഗമാവാലോ. പിന്നെ സമസ്തയിൽ ലീഗ് അനുകൂലികൾ, പിന്നെ അനുകൂലികൾ, പിന്നെ ഇത് ലീഗ് വിരുദ്ധരെന്നൊക്കെ പറയുന്ന സമസ്തനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സമസ്ത അനുകൂലികളാവണം എന്നുള്ളതുള്ളൂ. അത് മറ്റത് നമ്മൾ ശ്രദ്ധിക്കണില്ലല്ലോ. താങ്കൾ സമസ്തയുടെ അധ്യക്ഷനായതിനു ശേഷം കേരളത്തിൽ നിരവധി ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ താങ്കൾ നേരിട്ട് സർക്കാർ തലത്തിൽ സംസാരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. അതിൻ്റെ മുഖ്യമന്ത്രി ആരും നമ്മൾ നേരിട്ട് സംസാരിക്കും, അങ്ങനല്ലേ? അതിപ്പോൾ സ്വാഭാവികമാണല്ലോ. മുഖ്യമന്ത്രിമാരാരാണെങ്കിലും അവരോട് നമ്മൾ
നമ്മളെ കാര്യങ്ങൾ പറഞ്ഞൂടെ, പറഞ്ഞ എന്താ കുഴപ്പം? അല്ല, അതിൻ്റേതായിട്ടുള്ള ഗുണവും ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതെ, അവരത് അംഗീകരിച്ചിട്ടുണ്ട് പലതും. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും, ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല, ന്യൂനപക്ഷങ്ങളടക്കമുള്ള എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പരമാവധി പരിഗണിക്കാൻ പറ്റുന്നത് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിൽ മുസ്ലിങ്ങൾക്ക് അവരോട് ബാധിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടാവും. അത് അവതരിപ്പിക്കുമ്പോൾ അത് ചെയ്തു തരാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തു തരണമല്ലോ. പിണറായി വിജയനുമായിട്ട് നല്ല ബന്ധമുള്ള വ്യക്തി കൂടിയാണ് താങ്കൾ. പല വിഷയങ്ങളും ഉന്നയിച്ച സമയത്ത് ആ രീതിയിൽ തന്നെ കേട്ട് അദ്ദേഹം അത് പരിഹരിച്ച് തന്നിട്ടുണ്ട്. പലതും പരിഗണിച്ചിട്ടുണ്ട്. നല്ല ബന്ധം തന്നെ. മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടും, കോൺഗ്രസ് നേതാക്കന്മാരായിട്ടും, ലീഗ് നേതാക്കന്മാരായിട്ടും ഒക്കെ നല്ല ബന്ധങ്ങളാണുള്ളത്. ഉൾപ്പെടെയുള്ള ആളുകളായിട്ടും ഉൾപ്പെടെയുള്ള നല്ല ബന്ധമാണുള്ളത്. വി ഡി സതീശൻ വലിയ ആളെ ശക്തനായ പ്രതിപക്ഷ നേതാവ് എന്നല്ല.